പ്രൈസ് ലോർഡ്. ഈ പ്രവാസമയത്തിൽ എന്നെ കേൾക്കുന്ന ഏവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ ഈ പ്രഭാതത്തെ ചിന്തയ്ക്കായിട്ട് നമുക്കൊരു വേദവചനം വായിക്കാം. സങ്കീർത്തനങ്ങൾ 118 അതിൻ്റെ 19-20 വാക്യങ്ങൾ. നീതിയുടെ വാതിലുകൾ എനിക്ക് തുറന്നു തരുവീൻ, ഞാൻ അവയിൽ കൂടി കടന്ന് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും. യഹോവയുടെ വാതിൽ ഇതുതന്നെ, നീതിമാന്മാർ അതിൽ കൂടി കടക്കും. 118 സങ്കീർത്തനത്തിൻ്റെ 8-9 വാക്യങ്ങൾ വളരെ പ്രസിദ്ധമാണല്ലോ. വേദപുസ്തകത്തിൻ്റെ തന്നെ മിഡിൽ വാക്യങ്ങളാണ്. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്, പ്രഭുക്കന്മാരെ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്. യഹോവയിൽ ആശ്രയിച്ച ഭക്തൻ തൻ്റെ ജീവിതത്തിൽ പ്രയാസത്തിലൂടെ കടന്നുപോയപ്പോൾ നമ്മൾ വായിച്ച വേദവചനത്തിൽ തൊട്ട് മുമ്പിലത്തെ വാക്യത്തിൽ കാണുന്നു, ആ മരണത്തിൽ നിന്നുള്ള നീക്കുപോക്ക് യഹോവയ്ക്കുള്ളതാകുന്നു. ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തും. മരണ അസനമായ ഒരു പ്രയാസത്തിലൂടെ കടന്നുപോയ ഭക്തൻ മരണത്തിൽ നിന്നുള്ള വിടുതൽ ദൈവം കൊടുക്കുന്നു. യഹോവയിൽ ആശ്രയിക്കുന്ന നല്ല മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ഉറച്ച് വിശ്വസിച്ച് പ്രാർത്ഥിച്ച് അതിലെ വിജയം വരിച്ച ഭക്തൻ അടുത്ത വചനം, ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ, നീതിയുടെ വാതിൽ എനിക്ക് തുറന്നു തരുവീൻ, അവൻ്റെ സന്നിധി കടന്നു ഞാൻ അവനെ ഘോഷിക്കട്ടെ, സ്തുതിക്കട്ടെ, ആരാധിക്കട്ടെ എന്ന് കാണുവാൻ സാധിക്കും. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലും പ്രയാസത്തിലൂടെ ഭാരത്തിലൂടെയൊക്കെ കടന്നുപോയ സമയത്ത് കർത്താവ് നമ്മെ വിടുവിച്ചുവെങ്കിൽ ഇന്ന് പകൽക്കാലം ആ ദൈവത്തെ സ്തുതിക്കുവാൻ, ആരാധിക്കുവാൻ നാം സമയം കണ്ടെത്തണം. നന്ദിയുള്ള ഒരു ഹൃദയത്തോടെ ദൈവസ്ഥലം നിൽപ്പാൻ ദൈവം സഹായിക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിലെ കർത്താവ് പറഞ്ഞു, ഞാൻ ആടുകളുടെ വാതിലാകുന്നു, ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ അകത്ത് കിടക്കുകയും പുറത്ത് കിടക്കുകയും ചെയ്യുന്നു, അവർ മേച്ചിൽ സ്ഥലങ്ങൾ കണ്ടെത്തുന്നു, അനുഗ്രഹിക്കപ്പെടുന്നു എന്ന്. കർത്താവാണ് വാസ്തവത്തിൽ യഥാർത്ഥ വാതിൽ. ആമേൻ, സ്തോത്രം. പരദീസയെ നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ വീണ്ടും പരദീസയിലേക്ക് എത്തിക്കുവാൻ പിതാവ് ഈ ലോകത്തേക്ക് തൻ്റെ പുത്രനെ അയച്ച് ഒരു വാതിലായി, ഒരു മുഖാന്തരമായി, ഏകമധ്യസ്ഥനായി പിതാവിലേക്ക്, സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലുവാൻ നമുക്കൊരു മുഖാന്തരമായി യേശു കർത്താവ് കാൽവരി നമുക്ക് വേണ്ടി മരിച്ചു. ആ കർത്താവിൻ്റെ സന്നിധി നമ്മളെ സമർപ്പിക്കുന്നുവെങ്കിൽ നമുക്ക് വേണ്ടി പുതിയൊരു വഴി തുറക്കുവാൻ, വാതിൽ തുറക്കുവാൻ, നമ്മെ അനുഗ്രഹിപ്പാൻ, നമ്മെ സഹായിപ്പാൻ ഇന്ന് പകൽക്കാലവും അവൻ നമ്മുടെ മധ്യേ ഉണ്ട്. ആ ദൈവകരങ്ങളിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗപിതാവേ, നന്ദിയോടെ സ്തുതിക്കുന്നു. കേൾക്കപ്പെട്ട വചനത്തിനായി സ്തോത്രം. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്ക് യഹോവയ്ക്കുള്ളതാണല്ലോ. ഞാൻ മരിക്കുകയില്ല, ജീവനോടെ ഇരുന്ന് ദൈവത്തിൻ്റെ പ്രവൃത്തികളെ വർണ്ണിക്കുമെന്ന് ഭക്തൻ വിളിച്ചു പറയുന്നില്ല. കർത്താവേ, സ്തോത്രം. നീതിയുടെ വാതിലുകൾ ഞങ്ങൾക്ക് തുറന്നു തന്ന കൃപയ്ക്കായി സ്തോത്രം. നീതിമാനായ ദൈവം തൻ്റെ നീതി പ്രകാരം സ്തോത്രം ഞങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെട്ട ആ വാതിലിനായി സ്തോത്രം. യേശു കർത്താവിനെ കാൽവറിയിൽ ഏൽപ്പിച്ചു കൊടുത്ത് ഞങ്ങൾക്ക് വേണ്ടി പുതിയൊരു വഴി കർത്താവ് തുറന്നല്ല കർത്താവേ. അതും ഇന്നും അടയ്ക്കപ്പെടാതെ അനേകരുടെ വിടുതലിനായി തുറന്നു കിടക്കുന്നതിനാൽ സ്തോത്രം. ഏത് സമയത്തും ഞങ്ങളുടെ കൃപാസനത്തോട് അടുത്ത് വരുവാൻ പുത്രം മൂലം ഞങ്ങൾക്ക് തന്ന സ്വാതന്ത്ര്യത്തിനായി സ്തോത്രം. ഇന്ന് പകലിലും തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരുന്ന കർത്താവേ, പല വിഷമങ്ങളിലൂടെ, ഭാരങ്ങളിലൂടെ, പ്രയാസങ്ങളിലൂടെ, രോഗങ്ങളിലൂടെ കടന്നു പോകുന്ന നിന്റെ ജനത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം ദൈവിക സമാധാനം, ദൈവിക സന്തോഷം, ദൈവിക വിടുതൽ അനുഭവിപ്പാൻ, നീതിയുടെ അനുഭവം, ദൈവത്തിൻ്റെ അനുഭവം പ്രാപിപ്പാൻ പ്രിയപ്പെട്ടവരെ സഹായിച്ചാട്ട്. മഹത്വം കർത്താവ് എടുത്താട്ട്. യേശു കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.